ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരിയൂരപ്പ ശരണം. സദ്ഗുരുനാഥ ഭഗവാന് കീ ജയ്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ വടശ്ശേരി ഹരിനമ്പൂതിരി എഴുതിയ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം, അതിൽ ആദ്യത്തെ സ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായമാണ് നമുക്ക് ഇന്ന് ഭഗവത് പാദത്തെങ്കിൽ സമർപ്പിക്കാനുള്ളത്. 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇന്നലെ വിതുര മഹാതിശയൻ മൈത്രേയ മഹർഷിയിൽ നിന്ന് ഭാഗവതമൊക്കെ കേട്ട് അദ്ദേഹം തിരിച്ചു വന്ന് തൻ്റെ ജ്യേഷ്ഠനെ അവർക്കൊക്കെ ജ്ഞാനോപദേശം ചെയ്ത് വനത്തിൽ കൊണ്ടുപോയി ഈശ്വരപ്രാപ്തി നേടിക്കൊടുത്തുവെന്നും മുക്തനാക്കിയെന്നാണ് കണ്ടത്. നമ്മൾ ഈ അധ്യായത്തിൽ യുധിഷ്ഠിരന് ചില സംശയങ്ങൾ വരികയാണ്, ചില ദുർനിമിത്തങ്ങൾ കാണുന്നു. എന്താണ് ഇങ്ങനെ ദുർനിമിത്തങ്ങൾ കാണാൻ പല വേണ്ടതൊന്നുമല്ല കാണുന്നത്, ഒക്കെ അപകടങ്ങളായിട്ടാണ് കാണുന്നത്. അർജുനൻ കുറച്ചു കാലമായിട്ട് പോയിരിക്കുകയാണല്ലോ, 6-7 മാസമായിട്ട് ദേവരെ കണ്ടിട്ടുമില്ല. ഇവിടെ എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണുന്നു, എനിക്ക് എന്തോ ഒരു ആവൽ ശങ്ക അല്ലെങ്കിൽ ഒരു ചീത്ത വിചാരം വരണമെന്ന് പറയുകയാണ്. ഒക്കെ വിപരീതമായിട്ടാണ് കാണുന്നത്. കാപട്യം, വഞ്ചന, കൊള്ള ഒക്കെ വരുന്നു. സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ അധികാരികളല്ലാത്തവർ വേദത്തിനെടുത്ത് പ്രയോഗിക്കുന്നത്, അങ്ങനെ എന്തൊക്കെയാണോ അരുതാത്തതാണ് മുഴുവൻ കാണുന്നത്. അതിനുശേഷം അദ്ദേഹം സ്മരിക്കുകയാണ് ആ ശ്രീകൃഷ്ണൻ്റെ കാരുണ്യത്തെക്കുറിച്ച്. അദ്ദേഹം ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ നമ്മളെ രക്ഷിച്ചു എന്നുള്ള വിഷയങ്ങളൊക്കെ അദ്ദേഹം ഒന്ന് മനനം ചെയ്യുകയാണ്. എല്ലാ സമയത്തും നമ്മളെ രക്ഷിച്ചിട്ടില്ല. ഉത്തരാഗർഭത്തിൽ നിന്ന് നമ്മുടെ ഈ വംശത്തിനെ തന്നെ രക്ഷിച്ചു. ഭാരതയുദ്ധത്തിലുള്ള വിജയം അത്യത്ഭുതമാണല്ലോ അത്. പിന്നെ വളരെ വളരെ വിശിഷ്ടമായ രാജസൂയ യാഗം പോലെയുള്ളതൊക്കെ ചെയ്യിച്ചു. ആ കൃഷ്ണൻ്റെ റിപ്പോർട്ട് തന്നെയാണെന്ന് ഭീമസേനോടൊക്കെ ആയിട്ട് പറയുകയാണ്. ഈ ദുർനിമിത്തങ്ങൾ കാണിക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ട് പിടയ്ക്കുകയാണെന്ന് പറയുകയാണ്. ഇതെന്തോ ഒരു അപകട സൂചനയാണ് എന്നിങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ആ സമയത്താണ് അർജുനൻ വളരെ ക്ഷീണിതനായിട്ട് ഇങ്ങനെ വരണ കാണുകയാണ്. അർജുനനെ സാധാരണ അങ്ങനെ കാണാറില്ല. സ്വന്തം ഗാന്ധീവെന്നുള്ള അതുപോലും അദ്ദേഹത്തിന് എടുക്കാൻ കഴിയാത്ത വലിച്ചഴിച്ചും കൊണ്ടാണ് അത്ര വരണത്. വളരെ മ്ലാനമുഖനാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിനോട് യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചു, അർജുനനോട് എന്ത് പറ്റി, എന്താണ് അവിടുത്തെ വിഷയങ്ങൾ, കഥകളൊക്കെ ചോദിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ സുഖല്ലേ, എന്തൊക്കെയാണുള്ള കാര്യം, എന്തെങ്കിലുമൊക്കെ എന്താണ് നിനക്ക് ഇത്ര ഒരു വിഷമം വരാൻ കാരണം, നീ എന്തെങ്കിലും അപകടം ചെയ്തുവോ, അരുതാത്ത് ചെയ്തുവോ എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ അടുത്ത അധ്യായത്തിലാണ് അർജുനൻ കരഞ്ഞുകൊണ്ട് പറയുന്നതും മഹാപ്രസ്ഥാനത്തിൻ്റെ വിഷയങ്ങളൊക്കെ. ഇതിൽ യുധിഷ്ഠിരൻ അർജുനനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് വരെ ഉള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. അത് ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെ വിട്ടു പിരിഞ്ഞോ എന്ന് വരെ സംശയം ചോദിക്കുന്നുണ്ട് അവസാനം. എന്നാൽ യാതൊരു സംശയമില്ല, അദ്ദേഹം ഇല്ലെങ്കിൽ പിന്നെ ആകെ അന്ധകാരാണ് എന്ന് സംശയമില്ല എന്നും കൂടി പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവസാനിച്ചത്. നമുക്ക് ഈ അധ്യായം ഒന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം, ആദ്യത്തെ സ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായം. പാർത്ഥനെ വിട്ടു കുശലമറിയുവാൻ 7 മാസം തീർന്നു വന്നില്ലിതുവരെ. 6 ഋതുക്കളും വേണ്ട പോൽ കണ്ടില്ല. ദാരിദ്ര്യവും ജനഭാവവും മാറിയും. കാപട്യം, വഞ്ചന, കൊള്ള, കൊലകളും സോദരർ തമ്മിലും എന്നും കലഹമായി. അച്ഛനും മക്കളും ഭാര്യയും ഭർത്താവും
തമ്മിൽ കലഹം കണക്കുപറച്ചിലും. ബ്രാഹ്മണർ വേദ നിയമം മറന്നുപോയി, ശൂദ്രരാൽ വേദപ്രസംഗം പ്രയോഗവും ദുർനിമിത്തം കണ്ട് ചൊല്ലി യുധിഷ്ഠിരൻ ഭീമസേന പാർത്ഥനെന്തേ വരാത്തതും. ശ്രീകൃഷ്ണകാരുണ്യം കൊണ്ടു നമ്മൾ ഇന്ന് രാജ്യം ഭരിക്കുന്നു, ശ്രീയൊത്തുഭൂമിയിൽ പാഞ്ചാലി മാനവും നിന്നുടെ ജീവനും ദുർവാസാശാപവും കാത്തില്ലേ ശ്രീഹരി. ഉത്തരാഗർഭത്തെ രക്ഷിച്ചു വംശവും ഭാരതയുദ്ധം ജയവും അത്യത്ഭുതം. രാജസൂയം അശ്വമേധങ്ങൾ ചെയ്തത് കൃഷ്ണകൃപ കൊണ്ടു തന്നെ സഹോദരം. ആപത്തിൻ ലക്ഷണം ദുർനിമിത്തം കാണും, ചിത്തം പിടയ്ക്കുന്നിടതു തുടത്തുടിക്കലും. ജംബൂകമോരിയിടുന്നു പകലിലും, നായ ഭയമെന്നെ കപ്പാൻ വരുന്നതും. മാനും പശുവും ഇടത്തു വയ്ക്കുന്നതും, എന്നെ കഴുത വലത്തു വയ്ക്കുന്നതും. പ്രാവിൻ കുറുകലും കൂമന്റെ കൂവലും, കാക്ക കരയുന്നു ശക്തിയിൽ കൂട്ടമായി. മൊത്തം പൊടിയാണ് അന്തരീക്ഷത്തിലും, സൂര്യചന്ദ്രന്മാർക്ക് ചുറ്റും വലയവും. കാറ്റും ഇടിയും അതിയായ ഉഷ്ണവും, ചിത്തം കലങ്ങി വരൂവെല്ലം പോലവേ. കത്താത്ത നെയ്യും ചുരത്താത്ത ഗോക്കളും, ബിംബം കരയലും ഒപ്പം വിയർക്കലും. ശ്രീത്വം നശിച്ചതും ആപത്തിൻ ലക്ഷണം, ശ്രീകൃഷ്ണൻ ഭൂവിട്ടു പോയോ സഹോദരാം. ഇങ്ങനെ സംവാദം ചെയ്യുന്ന നേരത്തെ ഗാണ്ഡീവം പൊക്കാനശക്തനായി അർജുനൻ. ദുഃഖിതനായി ജ്യേഷ്ഠകാലിൽ പതിക്കവേ രാജാ യുധിഷ്ഠിരൻ തബ്ധനായി പേടിയാൽ. നാരദൻ വന്നപ്പോൾ ചൊല്ലിയ കാര്യത്തെ ഓർത്തു യുധിഷ്ഠിരൻ ചോദിച്ചിതിങ്ങനെ. അർജുനായാദവർ വൃഷ്ണികൾക്കൊക്കെയും സൗഖ്യമല്ലേ, വസുദേവർക്കും രാജനും. ഏട്ടനൊപ്പം കൃഷ്ണൻ ദ്വാരകാരക്ഷയെ വേണ്ട പോൽ ചെയ്തു സുഖമേകുന്നില്ലയോ. വിഷ്ണുവിൻ പാർഷദർ പോലെ പ്രഭുക്കളും കൃഷ്ണനെ സേവിച്ച് ആനന്ദമത്തരായി. സ്വർഗസുഖത്തെ ഭുജിക്കുന്നു ഭാഗ്യമായി. കൃഷ്ണൻ ഹിതം ചെയ്തു വാഴ്കയാൽ യാദവർ. അർജുന നിന്നുടെ ദുഃഖത്തിൻ കാരണം രോഗം അപമാനം വിഘ്നാദിയോ. സ്ത്രീബാലവിപ്രരെ വേദനിപ്പിച്ചുവോ, താഴ്ന്നവരോടു നീ യുദ്ധത്തിൽ തോറ്റുവോ. ഊണ് മുടക്കിയോ ആദ്യം കഴിച്ചുവോ, വിപ്രരോ ബാലരോ ഉച്ഛിഷ്ടമുണ്ടുവോ. പറ്റാത്ത സ്ത്രീയെ നീ പൂണ്ടുവോ ഫൽഗുന. ഞാനും സുദുഃഖിതൻ ആലസ്യം പൂണ്ടവൻ. ശ്രീകൃഷ്ണൻ നമ്മെ പിരിഞ്ഞുവോ അർജുന. അന്ധകാരം തന്നെ ശൂന്യമീ ലോകവും. കൃഷ്ണാരാധേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ നമഃ. ഒന്നാം സ്കന്ധത്തിലെ അധ്യായം 14 സമാപ്തം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ.